ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധീൻ സെനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം രാജ്യത്ത് ഊർജിതമായി പുരോഗമിക്കുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ജനങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കുന്ന തരം പ്രസ്താവനകൾ ഒഴിവാക്കണമെന്ന് കോൺഗ്രസിനോടും ബിജെപിയോടും നിർദ്ദേശിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ്. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനായി സംസ്ഥാനതല കൺട്രോൾ റൂം ആരംഭിച്ച് ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ജൂൺ 10 മുതൽ ജൂലൈ 31 വരെ 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തും. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം രാജ്യത്ത് ഊർജിതമായി പുരോഗമിക്കുന്നു. 6ാം ഘട്ടത്തിലേക്കുള്ള പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശിലും പശ്ചിമ ഡൽഹിയിലും പൊതുസമ്മേളനങ്ങളെ അഭിസംബോധന ചെയ്തു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് ഹരിയാനയിൽ തിരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്തു. 6ാം ഘട്ട വോട്ടെടുപ്പ് ശനിയാഴ്ചയും അവസാനഘട്ട വോട്ടെടുപ്പ് ജൂൺ 1-നുമാണ്. 7 ഘട്ടങ്ങളിലെയും വോട്ടെണ്ണൽ ജൂൺ 4-ന് നടക്കും. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ജനങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കുന്ന തരം പ്രസ്താവനകൾ ഒഴിവാക്കണമെന്ന് കോൺഗ്രസിനോടും BJPയോടും നിർദ്ദേശിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളും പ്രസ്താവനകളും നടത്തരുതെന്ന് താരപ്രചാരകർക്ക് നിർദ്ദേശം നൽകണമെന്ന് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയോട് കമ്മീഷൻ ആവശ്യപ്പെട്ടു. പ്രതിരോധ സേനയെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് കോൺഗ്രസ് താരപ്രചാരകർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. രാജ്യത്തിന്റെ ഭരണഘടന സംബന്ധിച്ച് തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന പ്രസ്താവനകൾ നടത്തരുതെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയോട് കമ്മീഷൻ നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. തെക്കൻ കേരളത്തിന് മുകളിലായി നിലനിൽക്കുന്ന ചക്രവാത ചുഴിക്ക് പുറമെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദവും രൂപപ്പെട്ടതായി കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് പോകരുതെന്നാണ് മുന്നറിയിപ്പ്. ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിലും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കേരള തീരത്ത് നാളെ രാത്രി വരെ 3.3 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. പത്തനംതിട്ട ജില്ലയിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചെങ്കിലും ജില്ലയിലെ മിക്ക പ്രദേശങ്ങളിലും മഴയുടെ ശക്തി പൊതുവെ കുറഞ്ഞിട്ടുണ്ട്. നാളെ മുതൽ ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. പത്തനംതിട്ട ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രതയും നാളെ മുതൽ 25 വരെ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പുമാണ് നൽകിയിട്ടുള്ളത്. തീവ്ര മഴ മുന്നറിയിപ്പ് തുടരുന്ന പശ്ചാത്തലത്തിൽ നാളെ വരെ ജില്ലയുടെ മലയോര മേഖലകളിലെ രാത്രിയാത്രാ നിരോധനം തുടരും. ഗവി അടക്കമുള്ള വിനോദസഞ്ചാര മേഖലയിലേക്കുള്ള പ്രവേശനവും നിർത്തിവച്ചിരിക്കുകയാണ്. ജില്ലയിൽ ഇന്നലെയും ഇന്നും പല പ്രദേശങ്ങളിലും ഒറ്റപ്പെട്ട മഴ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. പ്രധാന നദികളായ പമ്പ നദിയുടെ മാലക്കര പ്രദേശത്തും അച്ചൻകോവിൽ നദിയുടെ തുമ്പമൺ പ്രദേശത്തും മണിമല നദിയുടെ കല്ലുപ്പാറ പ്രദേശത്തുമാണ് ചെറിയ തോതിൽ ജലനിരപ്പ് ഇന്നലത്തേതിനേക്കാൾ ഉയർന്നിട്ടുള്ളത്. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് സംസ്ഥാനതല കൺട്രോൾ റൂം ആരംഭിച്ചു. സംസ്ഥാനത്ത് മഴ കനക്കുന്നതിന്റെയും മൺസൂൺ എത്തുന്നതിന്റെയും സാഹചര്യത്തിലാണ് നടപടി. നേരത്തെ സ്റ്റേറ്റ് ലെവൽ റാപ്പിഡ് റെസ്പോൺസ് ടീമിനും ആരോഗ്യവകുപ്പ് രൂപം നൽകിയിരുന്നു. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ജനങ്ങളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനുമാണ് കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നത്. സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാർ രോഗികളോട് ഇടപെടുമ്പോൾ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ ചികിത്സാ പിഴവുകൾ സംബന്ധിച്ച് ആവർത്തിച്ചുള്ള പരാതികൾ ചർച്ച ചെയ്യാൻ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള വീഴ്ചകളും ഉണ്ടാകാൻ പാടില്ലെന്നും സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന ഡോക്ടർമാർക്കെതിരെ കർശന നടപടി കൈക്കൊള്ളുമെന്നും മന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സംസ്ഥാനത്ത് സർക്കാർ വകുപ്പുകളുടെ തലപ്പത്ത് അഴിച്ചുപണി. ബിജു പ്രഭാകർ KSCB ചെയർമാനാകും. രാജൻ കോബ്രഗഡെ ആരോഗ്യവകുപ്പിൽ തിരികെയെത്തും. APM മുഹമ്മദ് ഹനീഷിന് വ്യവസായ വകുപ്പിന്റെ ചുമതല നൽകി. K. വാസുകിക്ക് നോർക്ക വകുപ്പിന്റെ അധിക ചുമതലയും നൽകിയിട്ടുണ്ട്.
സംസ്ഥാനത്ത് ജൂൺ 10 മുതൽ ജൂലൈ 31 വരെ 52 ദിവസം ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്താൻ ഫിഷറീസ് മന്ത്രി സജി ചെറിയാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും അനുവദിക്കുന്ന സൌജന്യ റേഷൻ വിതരണം ഊർജിതമാക്കുമെന്ന് മന്ത്രി യോഗത്തിൽ ഉറപ്പു നൽകി. അന്യസംസ്ഥാന ബോട്ടുകൾ ട്രോളിംഗ് നിരോധനം ആരംഭിക്കും മുൻപ് കേരള തീരം വിട്ടു പോകണമെന്ന് നിർദ്ദേശം നൽകും. എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിഷറീസ് കൺട്രോൾ റൂമുകൾ മെയ് 15 മുതൽ പ്രവർത്തനം ആരംഭിച്ചതായും മന്ത്രി അറിയിച്ചു. തദ്ദേശ വാർഡ് പുനർവിഭജന ഓർഡിനൻസ് ഗവർണർ മടക്കി അയച്ചതിൽ സർക്കാർ നിയമപരമായ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് സംസ്ഥാന നിയമമന്ത്രി പി രാജീവ്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഓർഡിനൻസ് പരിഗണിക്കാനാവില്ലെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ഇതിനായി വാങ്ങണമെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഗവർണർ ഓർഡിനൻസ് തിരിച്ചയച്ചത്. സംസ്ഥാനത്തെ സ്വകാര്യ നഴ്സിംഗ് കോളേജുകളിലെ പ്രവേശനം സംബന്ധിച്ച പ്രതിസന്ധി പരിഹരിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് നഴ്സിംഗ് കോളേജ് പ്രതിനിധികളുമായി ചർച്ച നടന്നു. മാനേജ്മെന്റ് ഉന്നയിച്ച GST പ്രശ്നം മുഖ്യമന്ത്രിയോടും ധനമന്ത്രിയോടും ചർച്ച ചെയ്യാമെന്ന് ആരോഗ്യമന്ത്രി ഉറപ്പു നൽകി. ഏകജാലക സംവിധാനവുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ യോഗത്തിൽ അറിയിച്ചു. വേനൽ മഴയിൽ തിരുവനന്തപുരം ജില്ലയിൽ 11 കോടിയുടെ കൃഷിനാശം. ഏപ്രിൽ 30 മുതൽ മെയ് 21 വരെയുള്ള കണക്കനുസരിച്ച് 1789 കർഷകർക്കാണ് ജില്ലയിൽ ശക്തമായ മഴ മൂലം കൃഷിനാശം സംഭവിച്ചത്. 605.94 ഹെക്ടർ കൃഷിഭൂമിയിൽ മഴ നാശം വിതച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് നടക്കുന്ന എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഇന്നത്തെ മത്സരത്തിലെ വിജയികളാകും വെള്ളിയാഴ്ച നടക്കുന്ന രണ്ടാം ക്വാളിഫയറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടുക. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 268 പോയിന്റ് ഉയർന്ന് 74,221 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 69 പോയിന്റ് ഉയർന്ന് 22,598 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 54,640 രൂപയും ഗ്രാമിന് 6,830 രൂപയുമാണ് ഇന്നത്തെ വില. പത്തനംതിട്ട വെണ്ണിക്കുളം മണിമലയാറിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ബീഹാർ സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് കോമ്പളം കടവ് പാലത്തിന് സമീപം ബീഹാർ സ്വദേശി നരേഷ് ഒഴുക്കിൽപ്പെട്ടത്. നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഇന്ന് മൃതദേഹം കണ്ടെത്തിയത്. പന്തളം കൊട്ടാരം രാജകുടുംബാംഗം തോന്നല്ലൂർ ഏലപ്പള്ളിയിൽ മഠത്തിൽ സർവമംഗള തമ്പുരാട്ടി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. സംസ്കാരം നാളെ രാവിലെ 10 വീട്ടുവളപ്പിൽ നടക്കും. ഇതേ തുടർന്ന് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രം ജൂൺ 1 വരെ അടച്ചിട്ടു. സംസ്ഥാനത്തെ 4 ആനസങ്കേതങ്ങളിൽ നാളെ കാട്ടാനകളുടെ കണക്കെടുപ്പ് തുടങ്ങും. ആനമുടി, നിലമ്പൂർ, പെരിയാർ, വയനാട് തുടങ്ങിയ ഇടങ്ങളിലാണ് നാളെ മുതൽ 3 ദിവസം കണക്കെടുപ്പ് നടക്കുക. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് സംസ്ഥാന പരിധിയിലെ വനങ്ങളിലും ആനകളുടെ കണക്കെടുക്കുന്നുണ്ട്. ജൂൺ 23 കരട് റിപ്പോർട്ടും ജൂലൈ 9 അന്തിമ റിപ്പോർട്ടും സമർപ്പിക്കും. പാലക്കാട് മയക്കുവെടിവെച്ച് പിടികൂടിയ പുലി ചത്തു. കൊല്ലങ്കോട് വാഴപ്പുഴയിൽ കമ്പിവേലിയിൽ കുടുങ്ങിയ പുലിയെയാണ് മയക്കുവെടിവെച്ച് പിടികൂടിയത്. ആന്തരിക രക്തസ്രാവമാകാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തൃശൂർ ചാവക്കാട് മത്സ്യബന്ധന ബോട്ടിന്റെ എഞ്ചിൻ കമ്പാർട്ട്മെന്റിൽ വെള്ളം കയറിയതിനെ തുടർന്ന് 13 മത്സ്യത്തൊഴിലാളികളെ തീരസംരക്ഷണ സേന രക്ഷപ്പെടുത്തി. ചാവക്കാട് തീരത്ത് നിന്ന് 31 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് സംഭവം. ബോട്ട് പിന്നീട് തീരസംരക്ഷണ സേന മുനമ്പം ഫിഷിംഗ് ഹാർബറിൽ എത്തിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും കൈറ്റിന്റെയും നേതൃത്വത്തിൽ നടത്തിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള പരിശീലനം 13,000 ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി അധ്യാപകർ പൂർത്തിയാക്കി. അടുത്ത ബാച്ചുകൾക്കുള്ള ത്രിദിന പരിശീലന പരിപാടി സംസ്ഥാനത്ത് 140 കേന്ദ്രങ്ങളിൽ നാളെയും ഈ മാസം 27 നടക്കും. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളായ കോട്ടയത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനും പാലായിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയും സഹകരിച്ച് പ്രവർത്തിക്കാൻ ധാരണ. ഇത് സംബന്ധിച്ച ധാരണാപത്രം വെള്ളിയാഴ്ച IIMCയുടെ കോട്ടയം ക്യാമ്പസിൽ ഒപ്പുവയ്ക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം രാജ്യത്ത് ഊർജിതമായി പുരോഗമിക്കുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ജനങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കുന്ന തരം പ്രസ്താവനകൾ ഒഴിവാക്കണമെന്ന് കോൺഗ്രസിനോടും BJPയോടും നിർദ്ദേശിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ്. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനായി സംസ്ഥാനതല കൺട്രോൾ റൂം ആരംഭിച്ച് ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ജൂൺ 10 മുതൽ ജൂലൈ 31 വരെ 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തും. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.